അടിമുടിയാകെ ദുരൂഹതയുണ്ട്. ദുരൂഹത എന്ന വാക്ക് നമ്മൾ അത് ആവർത്തിക്കുന്നതിൽ ഒരു തെറ്റും ഉണ്ടായില്ല. കാരണം സ്വർണത്തിന് കൃത്യമായി കണക്കില്ല, അതിന്റെ രേഖയില്ല. ഇതെങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അക്കാര്യത്തിൽ വ്യക്തതയില്ല. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അറിഞ്ഞിട്ടില്ല. മാത്രമല്ല 49 പവൻ ഉണ്ട് എന്നാണ് പുറത്ത് പറഞ്ഞു കേട്ട വിവരങ്ങൾ. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ ഭാഗത്ത് അത്തരം പ്രതികരണങ്ങളായിരുന്നുവെങ്കിൽ 3 പവൻ മാത്രമേ സ്വർണ്ണമുള്ളൂ ഈ സ്വർണ്ണപ്പാളിയിൽ എന്ന് പറയുന്നുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് വിശകലനങ്ങളിലേക്ക് കിടക്കാം. മാധു, രാവിലെ ഈ വാർത്ത വന്നപ്പോൾ വലിയ തോതിൽ അത് കേരളം ചർച്ച ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിൽ ദേവസ്വം വിജിലൻസ് പറയുകയാണ്, ഒരു കീറ കടലാസിൽ പോലും, നേരത്തെ മാധു പറഞ്ഞ പോലെ കടയിലെ സാധാ പലചരക്കടയിലെ പറ്റുപുസ്തകം പോലും ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ലേ ഈ സ്വർണ്ണത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ട്? ഇന്ന് കോടതി നടത്തിയിരിക്കുന്ന പരാമർശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അതായത് ദേവസ്വം SP അവിടെ ഹാജരായിരുന്നു. അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികളടക്കം രേഖപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ അവിടെ കാണാനില്ല എന്നുള്ളത്. ഇതിൻ്റെ ആത്യന്തികമായ പ്രശ്നം ദേവന്റെ സ്വത്ത് അത് കാത്തുരക്ഷിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം എന്ന് പറയുന്ന സംവിധാനം എന്നതൊരു ചോദ്യമാണ്. ശബരിമലയിൽ ഈ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്, അത് സുതാര്യമാണ്, വിശ്വസനീയമാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ പേരിലേക്കാണ് അവിടേക്ക് കോടിക്കണക്കിന് ഭക്തർ ഓരോ തീർത്ഥാടന കാലത്തും എത്തുന്നുണ്ട്. അവർ ശബരിമല അയ്യപ്പന് ഈ കാണിക്ക എന്ന രീതിയിൽ സ്വർണ്ണമടക്കം വിലപിടിപ്പുള്ളത് പലതും കാഴ്ചവെക്കുന്നത്. ഈ സംവിധാനത്തിന് കൃത്യമായ രേഖകളില്ല, അതവിടെ സൂക്ഷിക്കുന്നില്ല. എത്രയാണ് അവിടെ ഉള്ളത് എന്നത് സംബന്ധിച്ച കണക്കുകളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഗൗരവത്തിൽ നിൽക്കുകയാണ് ഈ വാർത്ത രാവിലെ റിപ്പോർട്ട് ചെയ്ത അനന്തകൃഷ്ണൻ അനന്തൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, രാവിലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഹൈക്കോടതിയിൽ വരുന്ന വിവരം ഇതിന് കൃത്യമായി കണക്കും രേഖകളൊന്നുമില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അയാളുടെ തന്നെ പ്രതികരണത്തിലുള്ളത് 3 പവൻ സ്വർണ്ണമല്ലേ, ബാക്കി ചെമ്പാണ്. നേരത്തെ പറഞ്ഞു കേട്ടത് 47-49 പവൻ ഉണ്ട് എന്നതാണ്. ഇതൊക്കെ ഈ പൊരുത്തക്കേട് അങ്ങനെയല്ല. നേരത്തെ ഉണ്ടായിരുന്നത് ഏതാണ്ട് 48 കിലോ ചെമ്പിനകത്ത് 3 പവൻ സ്വർണം പൂശിയതാണ് ഈ പാളികൾ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പത്മകുമാർ പറയുന്നു ചെമ്പ് പാളിക്കകത്ത് 49 പവൻ സ്വർണം പൂശിയതാണ് എന്നുള്ളത്. ആ കണക്കിൽ ഇവർക്ക് തന്നെ കണക്കറിയില്ല, ഇവർക്ക് തന്നെ സംശയമാണ് ഇതിൽ എത്ര പവൻ ഉണ്ടായിരുന്നു. എത്ര പവനാണെങ്കിലും അവിടെ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു വ്യവസ്ഥ വേണ്ടേ? ദേവസ്വം ബോർഡ് കൃത്യമായി അതിന്റെ നടപടിക്രമങ്ങളിലൂടെ അല്ലേ പോകേണ്ടത്? അവിടുത്തെ രജിസ്റ്റർ ഉണ്ടാകേണ്ടേ? ദേവസ്വം വിജിലൻസ് അക്കാര്യം അറിയണ്ടേ? ആ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം വേണ്ടേ? ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ ഇത് അറിയിക്കണ്ടേ? തീർച്ചയായിട്ടും. ശബരിമലയും പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ നമുക്കറിയാം, പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും അവിടുത്തെ സ്വത്തുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ശബരിമലയിൽ നിന്ന് ഒരു മുട്ടുസൂചി പുറത്തേക്ക് കൊണ്ടുപോയാലും അതിന് രേഖ വേണം. ഇപ്പോൾ നമുക്ക് മാതൃഭൂമി ന്യൂസിൽ നമ്മൾ റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ ക്യാമറയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഗേറ്റിൽ സെക്യൂരിറ്റിയുടെ കയ്യിൽ ഒരു ഫോം എഴുതി കൊടുക്കും, നമ്മൾ എന്തൊക്കെ സാധനങ്ങളുമായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതെന്ന്. തിരിച്ചു വരുമ്പോൾ ആ സാധനങ്ങളുമായിട്ട് തിരിച്ചു വരണം, ഒരെണ്ണം പോലും മിസ്സാകാതെ. അപ്പോൾ അത്രയും ജാഗ്രത പോലും കോടിക്കണക്കിന് സ്വർണവും രൂപയുടെ സ്വർണവും വസ്തുവകകളും സൂക്ഷിക്കുന്ന ശബരിമലയിൽ ഇല്ലെന്നുള്ള സംശയമാണ് ഉയരുന്നത്. മാത്രമല്ല, ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്രയധികം അധികാരത്തോടു കൂടി സന്നിധാനത്തെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുക? അദ്ദേഹം വരുന്നു, ഒരു സ്വർണ്ണപ്പാളി അഴിച്ചുകൊണ്ട് പോകുന്നു, എന്തോ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പീഠം കൊടുക്കുന്നു. ആ പീഠം അദ്ദേഹം തന്നെ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ പറയുന്നത് ദേവസ്വം ബോർഡ് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിൽ നിന്ന് ആ പീഠം ദേവസ്വം ബോർഡ് തന്നെ, ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗം, അത് ഡെപ്യൂട്ടേഷനുള്ള പോലീസുകാരാണ്. അപ്പോൾ അവർ തന്നെ അത് കുറ്റാന്വേഷണത്തിലൂടെ പോയി കണ്ടെത്തുന്നു. അപ്പോൾ പറയുന്നു ഞാൻ ഈ പീഠം തിരിച്ചു കൊണ്ടുവന്ന കാര്യം മറന്നുപോയിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കയ്യിൽ മാധു ഒരു ഗ്രാം സ്വർണം ശബരിമലയിൽ നേദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ സമർപ്പിക്കാൻ വേണ്ടി തരികയാണ്. ഞാൻ പോയപ്പോൾ അത് മറന്നുപോയി, അല്ലെങ്കിൽ ഞാനത് അല്ലെങ്കിൽ അന്നേരം സമർപ്പിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ മാധു എൻ്റെ അടുത്ത് ചോദിക്കില്ലേ അത് കൊടുത്തോ ഇല്ലയോ എന്ന്. കൊടുത്തില്ല, എൻ്റെ കയ്യിൽ വശമുണ്ട്, ഇനി പോകുമ്പോൾ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മാധു ഓർത്ത് വെക്കില്ലേ അത് കൊടുത്തോ ഇല്ലയോ? അത്ര പോലും അറിയുന്നില്ല. മാധു പറഞ്ഞ ആ ഭാഗത്തെ കൂടി ഒന്ന് അവിശ്വസനീയമാണ്. ശബരിമലയിൽ നിന്ന് ഇത്ര എളുപ്പത്തിൽ ഒരാൾക്ക് ഈ സ്വർണം പൂശിയ പാളിയും ഒക്കെ കൊണ്ടുപോകാൻ, അത് ഇത്രയും കിലോ കൊണ്ടുപോകാൻ കഴിയുന്നു. പിന്നെ ഈ വർഷത്തിന്റെ കണക്ക് വളരെ പ്രധാനമല്ലേ? 2021 അല്ലേ? ഇത് ഇല്ല, 2019. അതായത് ഇന്നും ദേവസ്വം ബോർഡ് പറയുന്ന ഒരു കാര്യം ഇതാണ്. 2019 നടന്ന കാര്യം ഇപ്പോഴല്ലേ പുറത്തു വരുന്നത്. അത് അനന്തൻ അതിന് കൃത്യമായി മറുപടി പറയുകയും ചെയ്തു. ഇന്ന് ദേവസ്വം ബോർഡിന്റെ അംഗം നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഏതോ ഏജൻസി കണ്ടുപിടിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുക. അത് ദേവസ്വത്തിന്റെ വിജിലൻസ് ആണെന്നുള്ളത്. ദേവസ്വത്തിന്റെ വിജിലൻസ് ദേവസ്വത്തിന്റെ ഭാഗമാണെന്നുള്ള മൗഢ്യത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്, അല്ലെങ്കിൽ ആ ധാരണയിലും ധ്വനിയിലുമാണ് പറയുന്നത്. ദേവസ്വത്തെ നിരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ്. ഇതിന്റെ ഒരു കണക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ കോടതി വ്യക്തമായി പറയുന്നുണ്ട് 12 കോപ്പർ പ്ലേറ്റ്സ് ആണുള്ളത്. അതിന് 25 കിലോയാണ്. അതിൻ്റെ കൂടെ ഈ പറയുന്ന 17 കിലോയുടെ ഈ പ്ലേറ്റ്സ് പീഠം ഇതടക്കമാണ് 42 കിലോ വരുന്നത്. ഇത് കൊണ്ടുപോയി ഈ സ്റ്റാർ ഏജൻസി അവിടേക്ക് എത്തുമ്പോൾ അത് 38 കിലോയാവുന്നു. 300 ഗ്രാം കൂടി അഡീഷണലായി ചേർത്ത് ഈ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ 300 ഗ്രാം കൂടി അഡീഷണലായി ചേർത്ത് തിരികെ വരുമ്പോൾ 38
കുറച്ചുകൂടി അധികം എന്ന നിലയ്ക്കേ ഉള്ളൂ. അപ്പോഴും ഈ 4 കിലോ മിസ്സിംഗ് ആണ്. ഇപ്പൊ 4 കിലോ സ്വർണ്ണമാണോ? 4 കിലോ മിസ്സിംഗ് ആവുമ്പോൾ അതിനകത്ത് ഒരു മാസം ഈ സ്വർണ്ണപ്പാളി ശബരിമലയിലും ഇല്ല, ഈ കമ്പനിയിലും ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇതിന് ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? ഇപ്പോൾ ദേവസ്വം വിജിലൻസ് എന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പോലെ സ്വതന്ത്ര സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ കാര്യങ്ങൾ സുതാര്യമായാണ് നടക്കുന്നത് എന്ന് സ്വതന്ത്രമായി പരിശോധിക്കാൻ, ആ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണ്. അപ്പോൾ ദേവസ്വം വിജിലൻസ് പോലും ഇക്കാര്യങ്ങൾ അറിയില്ല, ഇത്രയും വർഷം വിവരങ്ങൾ പുറത്തു വന്നില്ല എന്ന് വരുമ്പോൾ അത് വളരെ വളരെ ഗൗരവമുള്ളതാണ്. ആ ഗൗരവത്തിൽ തന്നെ ഇന്ന് ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ആർക്കൊക്കെ പങ്കുണ്ട്, ആരൊക്കെയാണ് മൂടി വച്ചത്?